കുട്ടികളുടെ കല്യാണം, വിദ്യാഭ്യാസം, അതുപോലെ നമുക്കൊരു സംരംഭം തുടങ്ങാൻ ഇങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമുക്ക് എളുപ്പം ലഭ്യമാകുന്ന വായ്പകളിലൊന്നാണ് ലോൺ അഗൈൻസ്റ്റ് പ്രോപ്പർട്ടി അഥവാ വസ്തുവിന്മേലുള്ള വായ്പ. ഇസാഫ് ബാങ്ക് നിലവിൽ 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ വസ്തുവിന്മേൽ വായ്പ ലഭ്യമാക്കുന്നുണ്ട്. ഇസാഫ് ബാങ്ക് നമ്മൾ കൂടുതലും അറിയുന്നത് മൈക്രോ ഫിനാൻസിൽ കൂടെയാണ്. അപ്പം ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും, ആർക്കൊക്കെ ഈ വായ്പ ലഭിക്കും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, അതുപോലെ ഇതിന്റെ തിരിച്ചടവ് കാലാവധി, വായ്പാ തുക, പലിശ നിരക്ക് തുടങ്ങിയ ഈ വായ്പയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലെ അനേകം വീഡിയോസ് ഈ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല. എൻ്റെ പേര് ക്ലിൻസ് രാജ് മണിയോളിയിൽ. വെൽക്കം ടു മൈ ചാനൽ. നിലവിൽ ഇസാഫ് ബാങ്ക് 1 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് അർഹതപ്പെട്ടവർക്ക് വസ്തുവിന്മേൽ വായ്പ ലഭ്യമാക്കുന്നത്. വസ്തുവിന്മേൽ വായ്പ എന്ന് പറയുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു വസ്തുവുണ്ട്. ആ വസ്തു നമ്മൾ ബാങ്കിന് തിരിച്ചടവ് കാലാവധി തീരുന്നവിടം വരെ ഈടായി പണയപ്പെടുത്തിയാണ് നമുക്ക് ഈ വായ്പ ലഭ്യമാക്കേണ്ടത്. 1 വർഷം മുതൽ 7 വർഷം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി. വാർഷിക പലിശ നിരക്ക് അനുഭവിക്കുന്നത് 9.50%. ഈ പലിശ നിരക്കിൽ എപ്പോഴും മാറ്റം ഉണ്ടാകാം. കൃത്യമായിട്ട് പലിശ നിരക്ക് അറിയണമെങ്കിൽ നമ്മൾ ബാങ്കിൽ തന്നെ പോകേണ്ടി വരും. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് എന്തുമാത്രം വായ്പ നൽകണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈട് നൽകുന്ന വസ്തുവിന്റെ മാർക്കറ്റ് വാല്യൂ. അതായത് നമുക്കിടെ ഒരു വസ്തു ഉണ്ട്, ആ വസ്തുവിന് മാർക്കറ്റിൽ ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതല്ല, മാർക്കറ്റിൽ ഒരു വാല്യൂ ആണ്. ആ മാർക്കറ്റ് വിലയുടെ 60% വരെയാണ് പരമാവധി ബാങ്ക് വായ്പയായി ലഭ്യമാവുകയുള്ളൂ. 60% എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപയാണ് നമ്മളുടെ മാർക്കറ്റ് വാല്യൂ ബാങ്ക് കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ പരമാവധി നമുക്ക് 6 ലക്ഷം രൂപ വരെ നമുക്ക് വായ്പയായിട്ട് ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത് ബാങ്കിന് ഒരു കമ്മിറ്റിയാണ്. അതെല്ലാ ബാങ്കുകൾക്കും ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ആയിരിക്കും ഈ വസ്തുവിന് അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടിക്ക് എന്തുമാത്രം പരമാവധി മാർക്കറ്റ് വാല്യൂ ലഭിക്കുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ അവർ തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും നമുക്ക് വായ്പ തുക ലഭ്യമാവുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളെന്ന് പറയാൻ നമ്മുടെ സിബിൽ സ്കോർ, അതുപോലെ തന്നെ നമ്മുടെ പ്രതിമാസ വരുമാനം, ജോലി സ്ഥിരത, നമ്മുടെ പ്രായം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വായ്പ തുകയും അതുപോലെ തന്നെ പലിശ നിരക്കിനെയും സ്വാധീനിക്കുന്നതാണ്. സിബിൽ സ്കോർ തീർച്ചയായിട്ടും പലിശ നിരക്കിനെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണ്. വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിക്ക് പുറമെ ബാങ്ക് കോ ആപ്ലിക്കൻസിനെ ആവശ്യപ്പെടും. കോ ആപ്ലിക്കൻസിനെ ആവശ്യപ്പെടുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നാൽ ബാങ്കിന് മറ്റേതെങ്കിലും രീതിയിൽ ആ വായ്പ തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടിയാണ് കോ ആപ്ലിക്കൻസിനെ ബാങ്ക് ആവശ്യപ്പെടുന്നത്. ഈ വായ്പ എടുക്കുന്ന വ്യക്തിയെ പോലെ തന്നെ ആ വായ്പയിൽ ഉത്തരവാദിത്വം കോ ആപ്ലിക്കൻസിനും ഉണ്ടാവും. കോ ആപ്ലിക്കൻസ് ആയിട്ട് ഫാമിലി മെമ്പേഴ്സിന് മാത്രമേ നിൽക്കാൻ സാധിക്കൂ എന്നാണ് അറിയാൻ സാധിച്ചത്. കൂടാതെ നമ്മളിൽ കൂടാതെ വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയിൽ കൂടാതെ മറ്റാർക്കെങ്കിലും നമ്മൾ ഈട് നൽകുന്ന വസ്തുവിൽ അധികാരം ഉണ്ടെങ്കിൽ അവരും കൂടി ഈ കോ ആപ്ലിക്കൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും ഈ വായ്പയ്ക്ക്. ഇനി ഈ വായ്പ ലഭ്യമാകാനുള്ള എലിജിബിലിറ്റി നോക്കാം. 18-നും 65-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ വായ്പ ലഭ്യമാകുന്നത്. അതുപോലെ നമ്മൾ ഈട് നൽകുന്ന വസ്തു കുറഞ്ഞത് 3 വർഷമായിട്ട് നമ്മുടെ ഉടമസ്ഥയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന വായ്പയുടെ ആ EMI, അതായത് എല്ലാ മാസവും നമ്മൾ EMI ആയിട്ട് തിരിച്ചടയ്ക്കണമല്ലോ, ആ EMI നമ്മൾ തിരിച്ചടയ്ക്കാനുള്ള ഒരു ശേഷി നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മളുടെ ജോലിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വരുമാന സ്രോതസ്, ബിസിനസ്സോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് മറ്റേതെങ്കിലും ബിസിനസ് സ്രോതസ്സോ ഉണ്ടോ, ഇത് നമ്മൾ ബാങ്കിനെ ബോധ്യപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഈ വായ്പ ലഭ്യമാകുകയുള്ളൂ. പിന്നെ എല്ലാ വായ്പകളെ പോലെ തന്നെ 750-ന് മുകളിലെങ്കിലും കുറഞ്ഞത് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യമായിട്ട് ഒരു വ്യക്തി വായ്പ എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സിബിൽ സ്കോർ ഇല്ല, അത് ബാങ്കിന് ഒരു പ്രശ്നമില്ല, കാരണം ഇതിനു മുമ്പ് ഒരു വായ്പ എടുത്തിട്ടില്ലല്ലോ. ഇനി ഈ വായ്പയ്ക്ക് ആവശ്യമായ ഡോക്യുമെന്റ്സ് എന്തെല്ലാം നോക്കാം. KYC ഡോക്യുമെന്റ്സ് ആയിട്ട് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന വ്യക്തിയുടെയും കോ ആപ്ലിക്കൻസിന്റെയും ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് തുടങ്ങിയ രേഖകൾ നമ്മൾ നൽകണം. കൂടാതെ ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫോമും കൂടി നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇൻകം പ്രൂഫിനായിട്ട് അഥവാ വരുമാനം തെളിയിക്കാനായിട്ട് 3 മാസത്തെ സാലറി സ്ലിപ്പ്, 6 മാസത്തെ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്. ഈ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മളുടെ വരുമാനം ഏത് ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് വരുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ആണ് നൽകേണ്ടത്. കൂടാതെ 2 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ രേഖകൾ നൽകണം. നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പ്രൂഫ് തുടങ്ങിയ രേഖകൾ ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പ്രധാനമായിട്ടും ഇൻകം പ്രൂഫ് ആയിട്ട് ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ബാങ്ക് ആവശ്യപ്പെടുന്നത്. വസ്തുവിന്റെ രേഖകൾ നൽകണം. ആധാരങ്ങള്, മുന്നാധാരങ്ങള്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ബാധ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം 30 വർഷത്തെയെങ്കിലും ബാങ്ക് ആവശ്യപ്പെടാറുണ്ട്. പിന്നെ കരമടച്ച രസീത്, ലൊക്കേഷൻ സ്കെച്ച്, NOC എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും വായ്പ എടുത്തിട്ടുണ്ട് ഈ വസ്തു വെച്ചെങ്കിൽ അത് നമ്മൾ തിരിച്ചടച്ചതിനുള്ള ഒഴിമുറി സർട്ടിഫിക്കറ്റ് അഥവാ NOC ബാങ്ക് ആവശ്യപ്പെടും. ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ബാങ്കിന് സമർപ്പിച്ചതിന് ശേഷം 15 ദിവസത്തിനുള്ളിൽ ലോണിന്റെ പ്രോസസ്സിംഗ് നടത്തുമെന്നാണ് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രകാരം ഇവർ നമ്മളെ അറിയിച്ചിരിക്കുന്നത്. ഈ വായ്പയുടെ തിരിച്ചടവ് ഓട്ടോമേറ്റഡ് റീപേയ്മെന്റ് ആണ്. ഓട്ടോമാറ്റഡ് റീപേയ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ മാസവും ആ EMI ഡേറ്റിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് തനിയെ അവർ ക്യാഷ് എടുത്തോളും. അതിനുള്ളത് നമ്മൾ സാങ്ഷൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിന് തിരിച്ചടയ്ക്കുന്നത്. അപ്പോൾ എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുക. തിരിച്ചടച്ചില്ലെങ്കിൽ സിബിൽ സ്കോർ കുറയും. അതുപോലെ തന്നെ ഇവർക്ക് നിങ്ങൾക്കെതിരെ നിയമ നടപടികളൊക്കെ സ്വീകരിക്കുവാൻ സാധിക്കും. പിന്നെ വീടുകളിൽ വരും, അങ്ങനെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വരും.
വരും. അതുകൊണ്ട് എടുക്കുന്ന വായ്പ കൃത്യമായിട്ട് തിരിച്ചടയ്ക്കണം. ഈ വായ്പയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കാണുവാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന ടോൾ ഫ്രീ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള നിങ്ങളുടെ ഇസാഫിൻ്റെ ബാങ്ക് ശാഖയായിട്ട് സന്ദർശിച്ചാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനും അതുപോലെ ഈ വായ്പയ്ക്ക് അപേക്ഷിക്കുവാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. ഇതുപോലുള്ള അനേകം വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്യാനും മറക്കല്ല്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ